ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു പള്ളി വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. ഒമർ അലി സൈഫുദ്ദീൻ മോസ്ക്. ഇവിടെ ബ്രൂണയിലെ ഫേമസ് ആയ ഒരു ലാൻഡ്മാർക്കാണ്. അപ്പോൾ ഇവിടെ നോൺ മുസ്ലിംസ് അലൗഡാണെന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് അറിയുന്നത് കേട്ടോ. ഇതിനു മുന്നേ അറിയില്ലായിരുന്നു. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞങ്ങൾ എത്തിയത് കുറച്ച് നേരത്തെ ആയിപ്പോയി. ഇവിടെ ഈവനിങ് 4 മണിക്കാണ് വിസിറ്റേഴ്സ് അലൗഡ്. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ കുറച്ച് നേരത്തെ ആയ കാരണം ഞങ്ങൾ ഉള്ളിൽ കയറാൻ പറ്റിയില്ല പോയപാട്. അപ്പോൾ തൊട്ടടുത്തൊരു പാർക്ക് ഉണ്ടായിരുന്നു. ആ പാർക്കിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ ഇത്. ഈ വ്യൂ ഒക്കെ പാർക്കിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. സോ ഈ പാർക്കിൽ ഞങ്ങൾ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സമയമൊക്കെ കളഞ്ഞ് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. നല്ല ചൂടായിരുന്നു. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് 4 മണി ആക്കിയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. നല്ല പാർക്കൊക്കെ നല്ല രസമുണ്ട് കാണാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഒക്കെ. അത്യാവശ്യം സ്പേഷ്യസ് ആണ്, നല്ല രസമൊക്കെ ഉണ്ട്. പക്ഷെ ചൂട് ഒരു രക്ഷയില്ല. എന്നിട്ട് ഞങ്ങൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു, കുറച്ച് നേരം ഇരുന്നു. അങ്ങനെ സമയം കളഞ്ഞ് എങ്ങനെയൊക്കെയോ 4 മണിയാക്കി. പിന്നെ പള്ളീൻ്റെ അടുത്ത് പോയപ്പം കുറച്ചായിട്ട് വിസിറ്റേഴ്സ് വരാൻ തുടങ്ങി. അപ്പം ഞങ്ങളും അവരെ കൂടെ പോയി. ഇതാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ, പള്ളിയുടെ ഫ്രണ്ട് വ്യൂ. ഇതിൻ്റെ ഡോം ഗോൾഡ് പ്ലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ശരിക്കും ഒറിജിനൽ ഗോൾഡില്ലേ, അത് പ്ലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഞാൻ ഈ പള്ളി എപ്പോഴും കാറിൽ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ഈവനിങ് ടൈം ആയിട്ടാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. ഈവനിങ് ടൈം നല്ല രസമായിട്ട് എനിക്ക് തോന്നി. മോർണിംഗേക്കാളും പകലിനേക്കാളും എനിക്ക് ഈവനിങ് ടൈമാണ് നല്ല രസം തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവരെ പർദ്ദ പോലത്തെ ഒരു ഡ്രസ്സ് തന്നു. ജീൻസൊന്നുമല്ലോ, ജീൻസ് ഇട്ടിട്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ അവരുടെ ഡ്രസ്സൊന്ന് തന്നു, തല കവർ ചെയ്യണം പറഞ്ഞു. അതൊക്കെ ഇട്ടിട്ടാണ് പോയി. അപ്പോൾ ഉള്ളിൽ ഇതാണ് വ്യൂ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ചാൻഡിലിയേഴ്സും മാർബിൾ പീസസൊക്കെ വെച്ചിട്ട് നല്ലൊരു ആർക്കിടെക്ചറാണ് ഉള്ളിൽ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പള്ളിയൊക്കെ കാണുന്നത്. എനിക്കറിയില്ല ഉള്ളിൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. എനിക്ക് നല്ല ഭംഗി തോന്നി. പിന്നെ നല്ല നല്ല മെയിൻ്റെനൻസ് ആട്ടോ, പറയാതിരിക്കാൻ വയ്യ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, ഒരു പൊടി പോലും കാണില്ല. നല്ല രസമുണ്ട്. അങ്ങനെ പള്ളിക്കൊക്കെ പോയതിന് ശേഷം ഞങ്ങളിവിടെ ഒരു കഫേയിലേക്ക് വന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈവനിങ് ടൈം ആയ ചായ നിർബന്ധമാണ് എൻ്റെ ഹസ്ബൻഡിന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ചായ കുടിക്കാൻ വേണ്ടി വാട്ടർ വില്ലേജിൻ്റെ ഒരു സൈഡിലായിട്ടുള്ളൊരു കഫേയിലേക്ക് വന്നു. അപ്പോൾ ബൈ റോഡ് തന്നെ എത്തിപ്പെടാൻ പറ്റും ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു, പിന്നെ ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഇവിടുത്തെ സൺസെറ്റ് വ്യൂ കാണാൻ നല്ല രസമാണ്. ആ പാലം, പിന്നെ ഈ ബോട്ട് പോകുന്നതും മലകളും പിന്നെ വെള്ളത്തിൻ്റെ ഒച്ച എല്ലാം കൂടെ മിക്സ് ചെയ്ത് കേൾക്കുമ്പോൾ നല്ല ഒരു രസമാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചു. രണ്ടുപേർക്കും ഇങ്ങനത്തെ വ്യൂസൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം ഇരുന്നു, ടൈം സ്പെൻഡ് ചെയ്തു. പിന്നെ ഞങ്ങളങ്ങനെ തിരിച്ച് കഥയൊക്കെ അടിച്ച് വീട്ടിലേക്ക് പോയി.